ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2013 ഒരു ഫ്രഞ്ച് സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മെട്രോ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വലിയ വലിയ നഗരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം ഈ മെട്രോയിൽ യാത്ര ചെയ്യുന്ന കാര്യം, അവർക്ക് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അതിൽ യാത്ര ചെയ്യുന്ന കാര്യം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജോലിക്ക് പോകുന്ന സമയത്തും അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അത്രയും തള്ളായിരിക്കും. അതുപോലെ ഈ മൂവിയിലും ഭൂമിക്കടിയിലൂടെയുള്ള ഒരു മെട്രോ, അതിലൊരു കൂട്ടം ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള ട്രാക്കിനുള്ളിലേക്ക് വെള്ളം കയറുന്നു. അതിലൊരുപാട് ആളുകൾ മരിച്ചും പോകുന്നുണ്ട്. ഇതിൽ ബാക്കി വന്ന ആളുകൾ എങ്ങനെ ആ ഒരു തുരങ്കത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു എന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ടെൻഷൻ അടുപ്പിച്ച് നിർത്തുമല്ലോ. കാരണം ഈ വെള്ളത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുപോലെ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് കാണിക്കുന്നൊരു മൂവി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന സാധാരണ മനുഷ്യരാണ്. ബസ്സിലും ട്രെയിനിലും കാറുകളിലായിട്ട് നഗരങ്ങളിലൂടെ അത്രയും തിരക്കിനിടയിലും ജോലിക്ക് പോകുന്ന ആളുകൾ കാണിക്കുമ്പോഴാണ് ഈ നഗരത്തിനടിയിലായിട്ട് ഒരു മെട്രോ ഉണ്ട്, ഒരു വലിയ ടണൽ. അതിനുള്ളിലൂടെ ഒരു മെട്രോ പാസ് ചെയ്ത് പോകുന്നു. അതിലും ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ മുകളിലും താഴെയും ഒരുപോലെ തന്നെ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ഐറീനയാണ്. അവളിപ്പോൾ അവളുടെ കാമുകനായിട്ടുള്ള വ്ലാഡിഷ് എന്ന് പറഞ്ഞൊരു പണക്കാരൻ അവനോടൊപ്പം കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് ഹീറോയിൻ്റെ ഭർത്താവ് അവളെ വിളിക്കുന്നത്. അവൾ ഫോൺ എടുക്കാതെ കാമുകനോട് പറയും, ഇയാളോടൊപ്പം ഞാൻ എന്ത് പറയണ എന്ന് ചോദിക്കുമ്പോൾ കാമുകൻ പറയും, കാമുകനെ നമുക്ക് എന്തായാലും എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സ് പറയും, എന്തായാലും നീ നിന്റെ ഭർത്താവിനോട് ഡിവോഴ്സ് ചോദിക്കേ, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനെ അവളുടെ ഭർത്താവിലെ ഒരു കുട്ടിയുണ്ട്, അത് സ്കൂളിൽ പഠിക്കുന്ന. അങ്ങനെ അത് കഴിഞ്ഞാണ് ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ആൻഡ്രിയെ കാണിക്കുന്നത്. ഇപ്പോൾ ഹീറോ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അത് സർജൻ. അവിടെ ഇരുന്നാണ് തൻ്റെ ഭാര്യയെ വിളിക്കുന്നത്. അതുപോലെ നൈറ്റ് ഷിഫ്റ്റിലിരിക്കുമ്പോൾ തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പോൾ തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ കോൾ എടുക്കാനായിട്ട് വരുമ്പോൾ ഒരു നേഴ്സ് വന്നിട്ട്, ഡോക്ടർ ഒരു എമർജൻസി ഉണ്ട്, പെട്ടെന്ന് വരാൻ പറയുന്നതും ഫോൺ കട്ട് ചെയ്തിട്ട് ഒന്നും സംസാരിക്കാൻ കഴിയാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കൊണ്ടുവന്ന പേഷ്യൻ്റ് ഒരു പയ്യനാണ്. അവനെ നേരെ റൂമിനകത്തേക്ക് കയറ്റിയിട്ട്, അല്ല ഇവൻ എന്തെങ്കിലും കൊടുത്തു എന്നല്ല ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ വെപ്രാളം കാണിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്നാണ് ഒരു സിസർ എടുത്ത് അവൻ്റെ വായിലുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് എന്തോ ഒരു കാര്യം പുറത്തെടുക്കുമ്പോൾ അവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത സൂപ്പിലൊരു എല്ലുണ്ടായിരുന്നു, അത് അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയതാണ്. അങ്ങനെ അതെടുത്ത് കഴിയുന്നതും ആ പയ്യൻ്റെ അമ്മ ഹീറോയ്ക്ക് സമ്മാനമായിട്ടൊരു വൈനും അതേപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും സാധാരണ പോലെ തന്നെ എല്ലാവരും ജോലിക്ക് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ആ അണ്ടർഗ്രൗണ്ടിലുള്ള ടണലുണ്ടല്ലോ, അതിനകത്തൊരു ജോലിക്കാരനുണ്ട്. അയാളിപ്പോൾ ഈ ടണലിലെ എന്തോ പരിശോധിക്കുമ്പോഴത്തേക്കാണ് താഴെ വെള്ളമുള്ളതായിട്ട് അയാൾ കാണുന്നത്. അത് പെട്ടെന്ന് തൊട്ടിട്ട് മണത്ത് നോക്കി അയാൾ പെട്ടെന്ന് വേറെ എവിടേക്കോ ഓടുന്നുണ്ട്. അതേസമയം ഈ റെയിൽവേയുടെ കൺട്രോളിലിരിക്കുന്ന ജോലിക്കാരുണ്ടല്ലോ, അതിലൊരാളുടെ അടുത്ത് കാണിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യേണ്ട മറ്റൊരുത്തൻ കുറച്ച് ലേറ്റായിട്ട് വരും. അപ്പോൾ ഇന്ന് ലേറ്റാണോ എന്ന് ചോദിക്കുന്നതും, ഓ അപ്പോൾ നീ ഇന്ന് ലേറ്റാണോ? അപ്പോഴാണ് നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ അയാൾ മുകളിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് പറയും, സാർ ഇതുപോലെ താഴെ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നു, കാരണം ആ ടണലിൽ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഓഫീസർ പറയും, എന്താ അപ്പൂപ്പ രാവിലെ വെള്ളം അടിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണോ? ഇന്നലെ നല്ല ഇതിൽ മഴ പെയ്തിരുന്നു, ആ വെള്ളമാണ് ഉള്ളിൽ വീണത്, അത് വലിയ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ അപ്പൂവനെ കളിയാക്കുമ്പോൾ അപ്പൂവൻ പറയും, ഏയ് നിങ്ങൾ പറയുന്നത് പോലെ അത് മഴവെള്ളമല്ല, ഞാനത് സ്മെല്ല് ചെയ്ത് നോക്കി, അത് വേറെ എന്തോ വെള്ളമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറയുമ്പോൾ അയാൾ പറയും, ചേട്ടാ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ആ ഒരു ട്രെയിനെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിന് മുന്നേ അതെല്ലാം ചെക്ക് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ഓഫീസറും അതേപോലെ തന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു പയ്യനും ഉണ്ട്. ഇവർ രണ്ടുപേരും ഇത് ചെക്ക് ചെയ്യുമ്പോഴാണ് ആ പയ്യൻ അയാളോട് ചോദിക്കുന്നത്, സാർ ഈ ടണലിൽ സത്യത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത് പണ്ടത്തെ കാലത്ത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, അതുമല്ല ഇവിടെ രഹസ്യമായിട്ടുള്ള എന്ത് കാര്യം നടക്കുന്നുണ്ട് എന്നെല്ലാം ആ പയ്യൻ പറയുമ്പോൾ അയാൾ പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല, ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻ തന്നെയാണ്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇയാളോട് ചോദിക്കാൻ പറഞ്ഞ് ആ അപ്പൂപ്പനുണ്ടല്ലോ അയാളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ പറയും, അതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻ തന്നെയാണ്, ഗവൺമെന്റ് ജനങ്ങൾക്ക് യൂസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ട്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരിക്കലും മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ ടണലിനുള്ളിൽ കാണിക്കുമ്പോൾ ഒരു ഭാഗത്ത് വലിയൊരു പൊട്ടലും അതിലൂടെ വെള്ളം പതിയെ ഉള്ളിലേക്ക് വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഹീറോയുടെ മകളെ കാണിക്കുന്നത്. അവളുടെ പേര് ഗരീന എന്നാണ്. അപ്പോൾ ഗരീന, അച്ഛാ ടാപ്പ് തുറന്നിട്ട് വെള്ളം വരുന്നില്ല, ഞാനിപ്പോൾ എങ്ങനെയാ പല്ല് തേക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുത്തിട്ട്, ഇതേ ഇതിലെന്തായാലും പല്ല് തേക്ക്. ഗരീന പറയും, അതല്ല സ്കൂളിൽ പോകാനായിട്ട് ലേറ്റായി, പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ ഹീറോ ഗരീനയെ നല്ലതുപോലെ തന്നെ ഒരുക്കി അവൾക്ക് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്.
അപ്പോഴാണ് ഗരീന ഹീറോയോട് ചോദിക്കുന്നത്, അല്ലച്ചാ അമ്മ എവിടെ പോയി, അമ്മ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനെ പറ്റി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട്, നിന്റെ അമ്മ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, എനിക്കെങ്ങനെ അറിയാം അവൾ എവിടെ പോയെന്ന് എന്നെല്ലാം ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഗരീനെ അവളുടെ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. അപ്പോഴീ ഹീറോ പുറയിൽ വന്നിട്ട്, ഗരീൻ അവിടെ നിൽക്ക്, നിന്റെ അമ്മ കാരണം നീ വെറുതെ ദേഷ്യപ്പെടണ്ട, ഞാൻ നിന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞ് കാറിന്റെ കീ എടുത്ത് വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ ഇവർ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് ആ കാറിന്റെ മുന്നിലായിട്ട് വേറൊരുതൻ കാർ കൊണ്ടുവന്നിട്ടിട്ട്, സാർ ദേ ഇപ്പോൾ വരെ ഇപ്പോൾ എടുത്ത് മാറ്റാന്ന് പറഞ്ഞ് അവ കുറച്ച് വെള്ളമായിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ പോയവനാണെങ്കിലോ അപ്പോഴൊന്നും തിരിച്ചു വരുന്നില്ല. ഗരീനയ്ക്കാണെങ്കിൽ സ്കൂളിൽ പോകാനും ലേറ്റായി. അതുകൊണ്ട് അവൾ ചോദിക്കും, അയാൾ എപ്പോഴാണ് വരാൻ പോകുന്നത്, എനിക്ക് സ്കൂളിന് ടൈം ആയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ അവളുടെ എക്സുമായിട്ട് തിരിച്ച് കാറിൽ വരാണ്. അവനാണെങ്കിൽ വലിയൊരു ബിസിനസ്മാൻ ആണ്. അപ്പോൾ ആ എക്സ് അവളോട് പറയുന്നുണ്ട്, അല്ല നീ എന്തായാലും വീട്ടിലേക്ക് ചെന്നിട്ട് അവനോട് ഡിവോഴ്സ് ചോദിക്കണം, എത്ര നാളെന്നും പറഞ്ഞാൽ ഇങ്ങനെ ഒളിച്ചു കഴിയുന്നേ, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ച് നല്ലതുപോലെ ജീവിക്കാന്ന് പറഞ്ഞ് ഇവരവിടേക്ക് പോകുന്നു. അതേസമയം ആ മെട്രോയിൽ ജോലി ചെയ്യുന്ന അപ്പൂപ്പനുണ്ടല്ലോ, അയാള് മദ്യം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിന് വെളിയിലേക്ക് വരുമ്പോൾ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് അവിടെ വേറൊരു നേഴ്സ് ഉണ്ട്. അവർ കുറച്ച് മദ്യം വാങ്ങിയിട്ട്, വിഷമിക്കണ്ട നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അടിക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും വെള്ളമെല്ലാം ചേർത്ത് മദ്യം കഴിക്കുന്ന സമയത്ത് ആ നേഴ്സ് പെട്ടെന്ന്, അല്ല ഇതെന്തായി വെള്ളത്തിന് ഇത്ര സ്മെല്ല് എന്ന് പറയുമ്പോൾ ആ അപ്പൂപ്പൻ, എന്ത് സ്മെല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അപ്പൂപ്പൻ പറയുന്നത്, ഹേയ് ഈ സ്മെല്ല് തന്നെയാണ് ടണലിനുള്ളിലെ വെള്ളത്തിലുണ്ടായിരുന്നത്. ഈ വെള്ളം എവിടെ നിന്നുള്ളതാണെന്നറിയോ, ഇവിടെ അടുത്തുള്ള പുഴയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പുഴയിലെ വെള്ളമാണ് ടണലിനുള്ളിലേക്ക് പതിയെ പതിയെ കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പൂപ്പൻ പറഞ്ഞിട്ട് ഇത് ഭയങ്കര ആപത്താണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും രണ്ട് പോലീസുകാർ അവിടേക്ക് വന്ന് ഇവരെ പിടിക്കാനായിട്ട്, പബ്ലിക്കായിട്ട് മദ്യം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ പിടിക്കാൻ വരുമ്പോൾ ആ പെണ്ണുണ്ടല്ലോ, അവര് ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, ഓ അപ്പോൾ എന്നെ തന്നെ പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം. അങ്ങനെ അവളുടെ പിറകെ ആ പോലീസുകാർ പോകുന്നതും ഈ പെണ്ണെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓടി ഓടി അവസാനം ആ അണ്ടർഗ്രൗണ്ടിലുള്ള ആ മെട്രോയിലേക്ക് ഓടിപ്പോവും. അതുമല്ല അവിടെ ഒരുപാട് ആളുകളുണ്ട്. കൂടാതെ അവൾ ഓടി അവിടെയുള്ള ട്രെയിനകത്തേക്ക് കയറുന്നതും ഈ പോലീസുകാരൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, നിന്നെ എന്തായാലും പിന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഗരീനയാണെങ്കിലോ ഇപ്പോഴാ കാറിന്റെ ഡ്രൈവർ വന്നിട്ട് അയാൾ കാർ എടുക്കാത്തത് കൊണ്ട് തന്നെ സമയം ലേറ്റായെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടി മറ്റൊരു ബിൽഡിങ്ങിനടിയിലേക്ക് പോവാണ്. അപ്പോൾ ഹീറോ പുറകെ വന്നിട്ട് പറയുന്നുണ്ട്, ഗരീന നിൽക്ക് ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ, അതേ മെട്രോ സ്റ്റേഷനിലേക്ക്. എന്നിട്ട് അവിടെയുള്ള ട്രെയിനകത്തേക്ക് ഇവർ രണ്ടുപേരും ഓടിക്കായിരുന്നു. ഇവിടെ ഹീറോയിനും അവളുടെ ബോയ് ഫ്രണ്ട് കാറിൽ പോകുമ്പോൾ അവനാണെങ്കിൽ ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകാനായിട്ട് സമയം കുറേ ലേറ്റായി. അതുമല്ല നല്ല ട്രാഫിക്കും ഉണ്ട്. അതുകൊണ്ട് കാറിൽ നിന്നും അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നേരെ ഓഫീസിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോകുന്നു. അതും ഈ അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. അങ്ങനെ ആ ബോയ് ഫ്രണ്ട് ഓടി മെട്രോയിലേക്ക് കയറുകയാണ്. ഇപ്പം അവിടേക്ക് ചെല്ലുമ്പോൾ അത്രയും തിരക്കായതുകൊണ്ട് തന്നെ ആ ബോയ് ഫ്രണ്ട് ഒരു ബിസിനസ്മാൻ ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള ഒരു അഹങ്കാരം കാണിക്കുന്നുണ്ട്, എന്താ ഇത്ര ആളുകളെന്നെല്ലാം പറഞ്ഞിട്ട്. ഇവിടെ ആ മെട്രോയിൽ ജോലി ചെയ്യുന്ന അപ്പൂപ്പനെ കാണിക്കുമ്പോൾ അപ്പൂപ്പൻ മദ്യപിച്ചത് കൊണ്ട് തന്നെ അപ്പൂപ്പനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അപ്പൂപ്പൻ പോലീസുകാരനോട് പറയും, എനിക്കൊരു ഫോൺ തരാൻ കഴിയുമോ, ഒരാളെ വിളിക്കാനെന്ന് പറയുമ്പോൾ, എന്താ വക്കീലിനെ വിളിക്കാനാണോ, എന്തായാലും തരത്തില്ല എന്ന് പറയുമ്പോൾ, അതല്ല എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിക്കണം, അർജൻറ്റായിട്ടുള്ളൊരു കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ അതിന് സമ്മതിക്കാതെ അപ്പൂപ്പനെ പിടിച്ച് ജയിലിലടക്കുകയാണ്. ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളെന്തോ സെയിൽസ് മാർക്കറ്റിംഗ് കണ്ടല്ലോ, ആ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവളുടെ കൂടെ ഇരിക്കുന്ന ആ ലേഡി പുതിയ വർക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, എന്തായാലും കുറച്ച് ദിവസം കൂടിയേ ഞാൻ ഈ ജോലിയിൽ ഉണ്ടാകത്തുള്ളൂ, അത് കഴിഞ്ഞ് ഞാനൊരു ബിസിനസ്സുകാരനെ കല്യാണം കഴിക്കും, പിന്നെ ഞാൻ വലിയൊരു പണക്കാരിയാണെന്നല്ല അവൾ പറയുന്നുണ്ട്. അതേസമയമാണ് ഈ ട്രെയിനിനകത്ത് കാണിക്കുമ്പോൾ ഡെന്നിസും അതേപോലെ തന്നെ ഗലീന എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഇപ്പോൾ ഗലീന എന്ന് പറഞ്ഞാൽ ആ ഒരു പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അവൻ അവളുടെ അടുത്ത് നിന്ന് അവളെ സൈറ്റ് അടിക്കുകയാണ്. പക്ഷെ അവൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവളെ കുറച്ച് ഇമ്പ്രസ് ചെയ്യാനും വേണ്ടി എല്ലാവരുടെയും മുന്നിലേക്ക് ചെന്നിട്ട് ഈ റെയിൽവേ ട്രാക്കിനെ പറ്റിയും ഈ ഒരു തുരങ്കം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇവൻ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ഇത് കണ്ട ഗലീന അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. അതേസമയം ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് ഉണ്ടല്ലോ, അയാൾ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് മുന്നിലായിട്ട് കുറച്ച് വെള്ളം കാണുന്നത്. ഇത് കണ്ട ആ പൈലറ്റ് പെട്ടെന്ന് തന്നെ ട്രെയിനിന്റെ സ്പീഡ് കുറയ്ക്കും, കാരണം ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവിടെയാണ് മറ്റൊരു പ്രശ്നം, ഇത് ഈ യാത്രക്കാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ആ ഒറ്റ ബ്രേക്ക് കൊടുത്തതിൽ ഇവരെല്ലാവരും ആ ഫോഴ്സിൽ തെറിച്ച് പുറകിലേക്ക് വീഴുന്നു. അതൊരു ഒന്നൊന്നര സീനാണ്, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു പോകും. പിന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പേടി നിങ്ങൾക്ക് എന്തായാലും തോന്നും. ഇതുപോലെയാണ് ആ സീൻ കാണിക്കുന്നത്. അതുമല്ല ഇങ്ങനെ എല്ലാവരും തെറിച്ച് താഴേക്ക് വീഴുമ്പോൾ അതിലൊരുപാട് പേരും മരണപ്പെടുന്നു ട്രെയിനകത്ത് വെച്ച് തന്നെ. കാരണം എല്ലാവരും മറ്റുള്ളവരുടെ മുകളിലേക്കാണല്ലോ വന്ന് വീഴുന്നത്, അതും അത്രയും ഫോഴ്സിൽ.
അതിൽ അത്യാവശ്യം തടിയുള്ള ഒരാളുണ്ട്. അയാളാണെങ്കിൽ തെറിച്ച് നമ്മുടെ ഹീറോയുടെ മുകളിലേക്ക് വന്ന് വീഴുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ എന്താ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കുറെ കഴിഞ്ഞാണ് ഹീറോ കണ്ണു തുറന്നിട്ട് ആ ഇടം മുഴുവൻ ഇരുട്ടായിട്ടിരിക്കുന്നു. അതുപോലെ അവന്റെ മുകളിൽ ഒരുപാട് പേര് വീണിട്ടുണ്ട്. എല്ലാവരെയും തള്ളി മാറ്റി ഹീറോ ചാടി എഴുന്നേറ്റിട്ട് ഇവിടെ എന്താ സംഭവിച്ചെന്ന് തന്നെ ഓർമ്മ വരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൻ ആലോചിക്കുന്നത്, ഓക്കെ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. തന്റെ മകൾ എവിടെയെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവൾ എവിടെയും കാണുന്നില്ല. അപ്പോൾ ഹീറോ പേടിക്കാൻ തുടങ്ങും. കാരണം ഇവരിലാരെങ്കിലും അവളുടെ മുകളിലേക്ക് വീണ് അവൾ മരിച്ചോ ഇല്ലെന്നുള്ള ഒരു പേടിയുണ്ട്. അതേസമയം മറ്റൊരു കമ്പാർട്ട്മെന്റിൽ ആ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനും അവനോടൊപ്പം ഉള്ള കുറെ ആളുകളും അവിടെയും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേറ്റ് ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആ ട്രെയിനിന്റെ ഡോറെല്ലാം ഇടിച്ചു പൊട്ടിച്ച് എല്ലാവരും താഴേക്കിറങ്ങി ഓടിപ്പോവാണ്. പക്ഷെ അവിടെയാണ് ആ ബോയ് ഫ്രണ്ട് താഴേക്ക് ഇറങ്ങത്തില്ല. അവൻ അവിടെ നിന്ന് കുറച്ചു നേരം ആലോചിക്കും. കാരണം ഈ ട്രാക്ക് മുഴുവനായിട്ടും വെള്ളം കിടക്കുന്നു. കൂടാതെ ഈ തുരങ്കത്തിനുള്ളിലൂടെ ഒരുപാട് വയറുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ ഷോക്ക് അടിച്ച് മരണപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് താഴെ കൂടെ പോകണ്ട, മുകളിലൂടെ പോകാന്ന് പറഞ്ഞ് ട്രെയിനിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും. എന്നിട്ട് അതുവഴി എഴഞ്ഞെഴഞ്ഞ് മുന്നിലേക്ക് പോവാണ്. ഇത് ഇത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഹീറോ ആണെങ്കിലോ തന്റെ മകളെ നോക്കി നോക്കിയ അവസാനം അവരിയ്ക്കുന്ന ആ ഒരു സീറ്റിനടിയിലായിട്ട് അവൾ കിടപ്പുണ്ട്. അങ്ങനെ അവളെ പൊക്കിയെടുത്ത് മോളെ നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അതേ സമയമാണ് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ മുകളിലൂടെ എഴഞ്ഞ് ഈ കമ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം കാണുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം ആ ബോയ് ഫ്രണ്ടിനോടുണ്ട്. ബോയ് ഫ്രണ്ട് ആണെങ്കിലോ ഗരീനയെ കയ്യിലെടുക്കാൻ വേണ്ടി അവളോട് സ്വീറ്റായിട്ട് സംസാരിക്കുന്നു. വേറൊന്നുമല്ല, ഹീറോയിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ മകളെ നോക്കാന്ന് ഈ ബോയ് ഫ്രണ്ട് നേരത്തെ തന്നെ ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളുടെ മകളെ കയ്യിലെടുക്കാൻ വേണ്ടി അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ബോയ് ഫ്രണ്ട് ചോദിക്കും, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ നേരത്തെ തന്നെ നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ പറയും, ഇല്ലില്ല നീ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഹീറോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നിൽക്കുന്ന ആ കമ്പാർട്ട്മെന്റിലെ വേറൊരാളുണ്ട്. അയാളുടെ കൈക്കാണെങ്കിൽ നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കേട്ടിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അതേസമയം മറ്റൊരു കമ്പാർട്ട്മെന്റിൽ ഡെനീസ്, ഗലീന ഇവരെ രണ്ടുപേരെ നമ്മൾ കണ്ടിരുന്നു. ആ കമ്പാർട്ട്മെന്റിൽ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നു. ഒരുപാട് പേർക്ക് ബോധമില്ല. ആ സമയത്താണ് ഒരു കള്ളൻ ഇവരുടെ എല്ലാവരുടെയും പണവും ബാഗും പേഴ്സ് വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചെടുക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഡെന്നീസ് എഴുന്നേറ്റിട്ട് ഗലീനയെ നോക്കും. കാരണം അവൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് എവിടെ നോക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അവളുടെ ബോധം വന്നിട്ട് അവൾ എഴുന്നേറ്റ് എൻ്റെ ബാഗ് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഡെനീസ് പറയും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം, ബാഗെല്ലാം പിന്നെ നോക്കാം, നമുക്ക് ജീവനല്ലേ പ്രധാനം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല എൻ്റെ ബാഗില്ലാതെ എനിക്ക് വരാൻ കഴിയത്തില്ല, ആ ബാഗ് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ഡെനീസ് അവിടെ എല്ലാം നോക്കിയിട്ട് അവസാനം ആ ബാഗ് കണ്ടുപിടിക്കും. അങ്ങനെ ആ ബാഗ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അതിലൊരു ഇൻഹെയിലർ ഉണ്ട്. കാരണം അവൾക്ക് ഈ ശ്വാസം മുട്ടുണ്ട്, ആ സമയത്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് അവൾ ബാഗ് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് അവനും മനസ്സിലാവുന്നത്. ഇവിടെ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ട്രാക്കിലൂടെ നല്ല വേഗതയിൽ ഓടുകയാണ്. അതുമല്ല ട്രാക്ക് മുഴുവനായിട്ട് വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതുമല്ല ഓടിപ്പോകുന്ന സമയത്ത് ഒരുപാട് പേരെ തള്ളി വെള്ളത്തിലേക്കിട്ട് അവരുടെ മുകളിലൂടെ എല്ലാം ചവിട്ടി ഓടുന്നുണ്ട്. അവർ മരിച്ചോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല, അവർക്ക് രക്ഷപ്പെട്ടാൽ മതി. അപ്പോഴാണ് ഇവിടെ കൺട്രോൾ റൂമിലിരിക്കുന്ന രണ്ടുപേര് കുറേ നേരമായിട്ടും ഒരു ട്രെയിൻ മാത്രം ടണലിനകത്ത് നിൽക്കുന്നു, അത് വെളിയിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും എന്നിവർ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു മെട്രോ സ്റ്റേഷനിൽ കിടന്നിട്ട് ഇവരിതുവരെ പോയിട്ടില്ല. കാരണം അവിടെ നിന്ന് വരുന്ന ആ ഒരു മെട്രോ വെളിയിലേക്ക് വന്നാലേ ഇവർക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് ലോക്കോ പൈലറ്റുമാരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് അവർക്കൊരു മെസ്സേജ് വരുന്നത്, ഇതുപോലെ ഉള്ളിലേക്ക് പോയ ഒരു ട്രെയിൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് ഒരു കാരണവശാലും പോകരുത്, അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി ഈ ഡോറെല്ലാം തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ടണലിനുള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഈ വെള്ളം നല്ല സ്പീഡിന് വരുന്ന ശബ്ദമാണത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഡോറ് തുറക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ആളുകൾക്കൊന്നും വെളിയിലേക്ക് ഇറങ്ങാനും കഴിയത്തില്ല. ഇപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി കഴിഞ്ഞാൽ അത് വലിയ അപകടമാവും. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ പതിയെ ഏറ്റവും പുറകിലെത്താൻ ഒരു എഞ്ചിൻ ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രെയിൻ പതിയെ പുറകിലേക്ക് കൊണ്ടുപോവാണ്. കാരണം ഇവരെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. അതുപോലെ ഇങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ ട്രെയിനിലുള്ള എല്ലാവരും പേടിച്ച് ബഹളം വയ്ക്കാൻ തുടങ്ങുന്നത്. ഇവർ അനൗൺസ്മെന്റ് ചെയ്ത് പറയുന്നുണ്ട്, ഏയ് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും സേഫായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഈ ട്രെയിൻ അങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ ആ ട്രെയിനടിയിൽ കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വെള്ളം പതിയെ പതിയെ മുകളിലേക്ക് കയറുന്നത്. അതുമല്ല ട്രെയിൻ ഇതുപോലെ തന്നെ മുന്നിലേക്ക് പോകുമ്പോൾ പലയിടങ്ങളിൽ നിന്നും ഈ തകരുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ലോക്കോ പൈലറ്റ് കുറച്ചുകൂടി വേഗത കുറച്ചാണ് ഈ ട്രെയിൻ പുറകിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെയാണെങ്കിലോ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ എല്ലാവരും നല്ല വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ലോക്കോ പൈലറ്റ് ആണെങ്കിൽ ട്രെയിൻ പതിയെ കൊണ്ടുവരുന്നതും പെട്ടെന്നാണ് ട്രാക്കിലെ കറണ്ട് പാസ്സാവുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. ഈ വെള്ളത്തിലൂടെ ഓടി വരുന്ന എല്ലാവരും അത് പ്രതീക്ഷിക്കത്തുമില്ല. അതിനകത്ത് നിൽക്കുന്ന എല്ലാവരുടെ ദേഹത്തേക്കും കറണ്ട് പാസ് ചെയ്ത് അവർ ഷോക്ക് അടിച്ച്
ആ ഓടി വന്നുകൊണ്ടിരുന്ന എല്ലാവരും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അപ്പോൾ ആ മെട്രോയിലെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ ഓഫീസർ കറണ്ട് പാസ് ചെയ്യുന്ന എന്തൊരു ശബ്ദം കേൾക്കുന്നു. ഇതാരാ ഓൺ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പനായിട്ടുള്ള ഓഫീസറാണ് അത് ഓൺ ചെയ്തത്. പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പറയുന്നത് അയാൾ അതങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെയുള്ള എല്ലാവരും മരണപ്പെട്ടു. അവരുടെ പിറകെ ഓടി വന്ന കുറച്ച് പേർക്ക് എന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. അവരാരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അവർ കരയിൽ നിന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും രക്ഷപ്പെട്ടു. അങ്ങനെ വെള്ളത്തിലിറങ്ങാതെ രക്ഷപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും നടന്ന അവസാനം ഒരു സ്റ്റേഷനിലേക്ക് എത്തും. ഇപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്കാണ് ആ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുന്ന എല്ലാവരും ഇതുവരെയും ട്രെയിൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂട്ടത്തോടെ നടന്നു വരുന്നത് കാണുന്നതും ഇവർ നല്ലതുപോലെ തന്നെ പേടിച്ചു പോകും. അതുമല്ല, അവരെല്ലാവരും ഈ സ്റ്റേഷനിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ബഹളമായി. അതുപോലെ ആ പേടിയിൽ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിനിടയിലും തള്ളലും ഞെരുക്കും എല്ലാം ആയിട്ട് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കും പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് പോലീസും ബാക്കിയുള്ള എല്ലാ ആളുകളും ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ന്യൂസ് റിപ്പോർട്ടർമാര്, ചാനലുകൾ എല്ലാവരും അവിടേക്ക് വന്നു. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലൈവായിട്ട് ടി വിയിൽ അറിയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഒരു ഓഫീസർ വന്നിട്ട് ഈ റിപ്പോർട്ടറും അതേപോലെ തന്നെ ക്യാമറമാനും ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ആ ഒരു മെമ്മറി കാർഡ് വലിച്ചൂരി എടുക്കുകയാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ ക്യാമറമാൻ ആ റിപ്പോർട്ടറിനോട് പറയും, മോനെ നീ പേടിക്കൊന്നും വേണ്ട, ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, അയാൾ എടുത്തുകൊണ്ട് പോയത് വേറെയാണെന്ന് പറയും. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ലേഡിയോട് ഞാൻ എന്തായാലും ജോലിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള കാര്യം മാനേജറിനോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞ് മാനേജറിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ചെന്ന് താൻ ഇനി ജോലി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെയാണ് ന്യൂസിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്നത്. ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ എന്തോ അപകടം സംഭവിച്ചെന്നും ഒരുപാട് പേര് അപകടത്തിൽ പെട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കേൾക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവളുടെ മകളുടെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് എൻ്റെ മകൾ ഇതുപോലെ സ്കൂളിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇതുവരെ വന്നില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹീറോയിന് മനസ്സിലായി അവൾ എന്തായാലും ട്രെയിനിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് അപകടം സംഭവിച്ചെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് താഴേക്കൊന്ന് വീഴും. അത് കഴിഞ്ഞ് തൻ്റെ മകളെ രക്ഷിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ കാറും എടുത്ത് അവിടെ നിന്ന് പെട്ടെന്ന് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ ആ ഒരു ബോയ് ഫ്രണ്ട്, ഹീറോ ഇവരെല്ലാവരും ഒരേ കമ്പാർട്ട്മെന്റിലാണല്ലോ. അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് വെളിയിൽ ഇറങ്ങാന്നും പറഞ്ഞ് ഇവർക്ക് പേടിയുണ്ട്. അപ്പോഴാണ് ആ ബോയ് ഫ്രണ്ട് പറയുന്നത് ശരി, നമ്മൾ താഴേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ ഒരു ചെറിയ പട്ടിക്കുട്ടിയുണ്ട്, അതിനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടും. അപ്പൊ അതിനൊരു കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുമ്പോഴാണ് ബോയ് ഫ്രണ്ട് അതിനെ പൊക്കി മുകളിലേക്ക് എടുത്തിട്ട് ബാ ഇനി കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കും. ഇത് കാരണം ഗരീനയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു നായ്ക്കുട്ടി ഞങ്ങൾ കയ്യിൽ വാങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോ ഇവരോട് പറയും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രെയിൻ കഴിയുന്നത് വരെ ഓരോ കമ്പാർട്ട്മെന്റിന്റെ ഡോർ തുറന്ന് നടന്നു പോവാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഓരോ കമ്പാർട്ട്മെന്റ് തുറന്നാണ് നടക്കുന്നത്. അങ്ങനെ അവസാന ബോഗിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഇപ്പോൾ വെളിയിൽ ആ ട്രാക്കിൽ കാണിക്കുമ്പോൾ ഒരുപാട് വെള്ളമുണ്ട്. ഇപ്പം ആരാദ്യം ഇറങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും പരസ്പരം നോക്കാണ്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ വേറൊരാളുണ്ട്. അയാളോട് ബോയ് ഫ്രണ്ട് പറയും കണ്ടിട്ട് നിങ്ങളാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളെന്ന് തോന്നുന്നു, നിങ്ങൾ തന്നെ ഇറങ്ങാൻ പറയുമ്പോൾ അയാൾ പറയില്ലല്ലോ ഞാൻ ഇറങ്ങത്തില്ല, എനിക്ക് പേടിയാവുന്നെന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട് നേരെ ആ ഡോറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സാർ ദേ ഇവിടേക്കൊന്ന് നോക്കിയെന്നും പറഞ്ഞ് അയാളെ പിടിച്ചൊരു ഒറ്റ തള്ള് അയാൾ വെള്ളത്തിലേക്ക് വന്ന് വീണ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അയാൾ പറയും എനിക്ക് എവിടെ നിന്ന് പേടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാളിപ്പോൾ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങും. അങ്ങനെ ഇവരും പുറകെ തന്നെ നടക്കാണ്. അപ്പോൾ ഇവരെത്ര പേരാണ്? മൊത്തത്തിൽ 5 പേരാണ്. നമ്മുടെ ഹീറോ, ബോയ് ഫ്രണ്ട്, ഗരീന, പിന്നെ ആ നേഴ്സ്, കൂടെയുള്ള ആ ഒരാളും കൂടി ഉണ്ട്, ആ നായ്ക്കുട്ടി. ഇവരെല്ലാവരും നടന്നു പോകുമ്പോൾ ആ ബോയ് ഫ്രണ്ട് ഗരീനയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കോട്ടൂരി അവളുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റൊരിടത്ത് ഡെനീസും അതേപോലെ തന്നെ ഗലീന ഇവർ രണ്ടുപേരും ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആ ട്രെയിനിന്റെ സൈഡിലൂടെ നടന്നു വരുന്നതും ഇത് പെട്ടെന്ന് ഒരു വശത്തേക്ക് ചരിയും. അങ്ങനെ ചരിഞ്ഞു വരുമ്പോഴത്തേക്കും ഗലീന പെട്ടെന്ന് മുകളിലേക്ക് കയറിയിട്ട് ഡെനീസ് ഉണ്ടല്ലോ അവനെ വലിച്ചങ്ങ് മുകളിലേക്ക് എടുക്കുന്നതും രണ്ടുപേരും സേഫായിട്ട് രക്ഷപ്പെട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ ഇടയ്ക്ക് ചതഞ്ഞറിഞ്ഞ് അവൻ മരിച്ചു പോയാനെ. ഇവിടെ ഹീറോയിൻ തന്റെ മകളെ രക്ഷിക്കാനായിട്ട് ആ കാർ നല്ല വേഗതയിലാണ് കൊണ്ടുവരുന്നത്, ഒന്നും നോക്കുന്നില്ല. അങ്ങനെ ഓടിച്ചോടിച്ച അവസാനം മറ്റൊരു കാറിലേക്ക് കൊണ്ടുവന്നൊരു ഒറ്റയിടി. അപ്പൊ ആ കാറിന്റെ ഓണർ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഹീറോയിനെ വഴക്ക് പറയാൻ വേണ്ടി വരും. പക്ഷെ ഹീറോയിൻ ആണെങ്കിലോ അവനോട് അധികം ഒന്നും സംസാരിക്കാതെ കാറും കളഞ്ഞ് അവനാണെങ്കിൽ പേഴ്സെല്ലാം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ പൈസയ്ക്ക് ആ പേഴ്സും കളഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇവിടെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് ഈ ടണലിനടിയിൽ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചർച്ച നടത്തുകയാണ്. ഇപ്പോഴും ടണലിനുള്ളിൽ ഒരുപാട് വെള്ളം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് പോയിട്ട് എല്ലാവരും രക്ഷിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, അതും കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് ആ ആർമി ഓഫീസറിനോട് പറയുമ്പോൾ ഇത്രയും വെള്ളം ഇതിനകത്തേക്ക് കയറാനുള്ള കാരണം എന്താണെന്നല്ലേ. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. സത്യത്തിൽ ഈ ടണലിൽ പോകുന്നത് ഒരു വലിയ നദിയുടെ അടിയിലൂടെയാണ്. അപ്പോൾ ആ നദിയിലെ വെള്ളമാണ് ഈ ടണലിനുള്ളിലേക്ക് കയറുന്നത്. അതും ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ടണല്. അതുമല്ല അവരെല്ലാവരും രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് ആ സൈന്യ തലവനോട് പറയുന്നതും അയാൾ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ മെട്രോ സ്റ്റേഷന് പുറത്തായിട്ട് ഇപ്പൊ ആർമി ഇറക്കിയേക്കാണ്. അതുകൊണ്ട് തന്നെ
വെളിയിൽ നിന്ന് ആർക്കും ഉള്ളിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. കൂടാതെ ഉള്ളിൽ ഇവർ രക്ഷപ്പെടുത്തിയ ആളുകളെയെല്ലാം പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു 3 പേര്, ഈ ആർമിയിലുള്ളവർ, ഈ ടണലിനുള്ളിൽ പെട്ടുപോയവരെ രക്ഷിക്കാൻ വേണ്ടി അവർ 3 പേര് ഉള്ളിലേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ടീമും അവരെല്ലാവരും മുന്നിലേക്ക് തന്നെ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് 2 പേരുടെ ശബ്ദം, ഗലീന, ഡെന്നിസ്, അവർ 2 പേരാണ് പുറകെ വരുന്നത്. എന്നിട്ട് പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് പോകും. ഇവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു വശത്തേക്ക് വെള്ളം നല്ല രീതിയിൽ ആ ടണലിനുള്ളിലേക്ക് വരുന്നുണ്ട്. കൂടാതെ അതിന്റെ ഫോഴ്സിൽ അവിടെ നിർത്തിയിട്ടിരുന്ന ആ ട്രെയിൻ ഉണ്ടല്ലോ, അത് ട്രാക്കിലൂടെ പതിയെ മുന്നിലേക്ക് അനങ്ങാൻ തുടങ്ങുന്നു. വെള്ളവും നല്ല വേഗതയിൽ വരുന്നുണ്ട്, ഈ ട്രെയിനും അനങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ടീമും ഇതൊന്നും അറിയാതെ മുന്നിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ ഒരിടത്ത് നിന്നിട്ട് ഇവരിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് എന്തോ ഒരു ശബ്ദം. വേറൊന്നുമല്ല, ആ വെള്ളത്തിന്റെ ഫോഴ്സിലെ വെള്ളവും ഒരുപാട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ട്രെയിനും ഇവരുടെ അടുത്ത് ഇങ്ങനെ വരുന്നതും എന്തായാലും രക്ഷപ്പെട്ടു പോകാനായിട്ട് വേറെ വഴി നോക്കിയേ മതിയാവൂ എന്തെല്ലാം പറയുമ്പോൾ ഇവരുടെ കൂടെയുള്ള ആ നായ്ക്കുട്ടി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി ഈ സൈഡിൽ വലിയ പൊളിഞ്ഞൊരു ഭാഗമുണ്ട്, അവിടേക്ക് വന്നിരിക്കും. ഇത് കാണുമ്പോൾ ഹീറോ പറയും, ശരി നമുക്കെല്ലാവർക്കും ഈ വഴി രക്ഷപ്പെട്ടു പോവാം, ഇതല്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഇനി വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് ഹീറോ ബാക്കിയുള്ളവരെയും വിളിച്ചിട്ട് നേരെ അതിനകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ ആ ബോയ് ഫ്രണ്ടും അതേപോലെ തന്നെ വേറൊരാളുണ്ടല്ലോ, ഇവർ 2 പേരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ബോയ് ഫ്രണ്ട് വിചാരിക്കും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ട് അയാളെ വിളിച്ച് അതിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ അയാൾ പറയും, ഇല്ല വേറെ വഴി ഉണ്ടാവും രക്ഷപ്പെടാനായിട്ട്, ഞാനിതെല്ലാം അതുവഴി പോവാണെന്ന് പറഞ്ഞ് അയാൾ മാത്രം ഒറ്റയ്ക്ക് അവിടെ നിന്ന് മുന്നിലേക്ക് നടക്കും. ഇവരെല്ലാവരും ഇതിനകത്തേക്ക് പോകുമ്പോൾ ആ മുന്നിലേക്ക് നടന്നു പോയ അയാൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് നോക്കുന്നതും ഈ ട്രെയിൻ മൊത്തത്തിൽ അയാളുടെ മുകളിലൂടെ കയറിറങ്ങി അയാൾ വെള്ളത്തിനടിയിൽ വെച്ച് മരിച്ചു. ഇവിടെ വെളിയിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ആ മെട്രോ സ്റ്റേഷന്റെ വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ എല്ലാവരും തടിച്ചുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എൻ്റെ മകൾ ഉള്ളിലുണ്ട്, എനിക്ക് അവളെ രക്ഷിക്കാൻ പോകണം, എന്നെ ആരെങ്കിലും അകത്തേക്ക് കയറ്റി വിടാൻ പറയുമ്പോൾ ഇവരാരും അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോഴാണ് രക്ഷപ്പെട്ടു വന്നവരെല്ലാം പറയുന്നത്, അകത്തേക്ക് പോകുന്നത് വളരെ അപകടമായിട്ടുള്ള കാര്യമാണ്, പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു വരാൻ കഴിയുമെന്ന് തോന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതുകൂടി കേൾക്കുമ്പോൾ ഹീറോയിൻ നല്ലതുപോലെ പേടിക്കും. അപ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കുന്നത്, ഓക്കെ നമ്മുടെ ഹീറോയെ വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് അവള് ഹീറോയെ വിളിച്ചു നോക്കുമ്പോൾ ഹീറോ ഫോൺ എടുക്കുന്നില്ല. അതേപോലെ തന്നെ അവളുടെ കാമുകനും അവനും ഫോൺ എടുക്കുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഈ ടണലിനുള്ളിൽ സിഗ്നൽ കിട്ടത്തില്ല. ഇവിടെ ഹീറോയിൻ ടീമും അതിനകത്തേക്ക് കയറിപ്പോയല്ലോ, പക്ഷെ അതിനകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തട്ടി താഴെയെല്ലാം വീഴുന്നുണ്ട്. അങ്ങനെയാണ് നടന്നു പോകുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ഗരീന, അവളുടെ കയ്യിൽ ഒരു ലോക്കറ്റ് ഉണ്ട്, അതിൽ ചെറിയ ടോർച്ച് ഉണ്ടായിരുന്നു, അതെടുത്തങ്ങ് കത്തിക്കും. അപ്പോൾ എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും, ഇത് ആരാ തന്നേന്ന് ചോദിക്കുമ്പോൾ അമ്മയാണ് എനിക്ക് വാങ്ങി തന്നെന്ന് പറയുന്നത്. ആ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. വേറെ ഒന്നുമല്ല, അവനും ഹീറോയിനും കൂടി വെളിയിൽ പോകുന്ന സമയത്താണ് ഈ ഒരു ലോക്കറ്റ് വാങ്ങിയത്, അതുകൊണ്ടാണ് അവനിങ്ങനെ ചിരിക്കുന്നത്. പക്ഷേ ഹീറോയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവർ വീണ്ടും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങുന്നതും ഇപ്പോൾ ഇവർ പോകുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, അത് ആ ട്രെയിൻ പോകുന്ന ടണലിനെ കാട്ടി കുറച്ച് താഴേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ടണലിനുള്ളിൽ വെള്ളം കയറുമ്പോൾ ആ വെള്ളം പതിയെ പതിയെ ഇതിനകത്തേക്ക് നിറയാൻ തുടങ്ങുന്നു. ഇതിവർ അറിയുന്നില്ല. അതുമല്ല, ആ ബോയ് ഫ്രണ്ട് ആണെങ്കിലോ ഗരീനയോട് നല്ല അടുപ്പത്തിലാവാൻ വേണ്ടി അവളോട് നല്ല സ്നേഹത്തോടെ എല്ലാം സംസാരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവന് 2 ഇടി ഇടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് ഒരിടത്തേക്ക് മാറിയിരിക്കും. അപ്പോഴാണ് ബാക്കിയുള്ളവരെ ഈ ടണലിന്റെ എൻഡ് ഭാഗത്ത് ഒരു ഡോറുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കും ഇതായിരിക്കും വെളിയിലേക്ക് പോകാനുള്ള വഴി എന്ന് വിചാരിച്ച് ആ ഡോർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കല്ലെല്ലാം കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഗലീനയാണെങ്കിലോ അവൾക്ക് വീണ്ടും ആ ഒരു ശ്വാസം മുട്ടൽ വരുമ്പോൾ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത് അവസാനം അത് ബാഗിൽ വെക്കുമ്പോഴത്തേക്കും അത് ബാഗിൽ വീഴത്തില്ല, പകരം അത് താഴെ പോവും. ഈ കാര്യം അവൾ കാണുന്നതുമില്ല. ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ കുറേ നേരം താഴെ ഇരുന്നിട്ട് അവനെ കൊണ്ട് ഇനി സഹിക്കാൻ കഴിയുന്നില്ല. ഇവനെ 2 ഇടി ഇടിക്കാന്ന് പറഞ്ഞ ആ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. അതേസമയം ഇവരാണെങ്കിലോ ഇപ്പോൾ ഡോർ തുറക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ വലി വലിക്കുന്നതും ആ ദൂരി കയ്യിലിരിക്കും. അങ്ങനെ എല്ലാവർക്കും നല്ല ദേഷ്യമായിട്ട് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ ബോയ് ഫ്രണ്ട് ഇപ്പോൾ മറ്റൊരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് അവ ഇവരോട് പറയും, ആർക്കെല്ലാം രക്ഷപ്പെടണം അവരെല്ലാവരും എന്നോടൊപ്പം വാന്ന് പറഞ്ഞിട്ട് അവൻ മറ്റൊരു വഴിയെ കയറി പോകുന്നു. അപ്പോഴാണ് ഗരീന അവളുടെ അച്ഛനെ നോക്കിയിട്ട്, അച്ഛൻ ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് അവളും പുറകെ ചെല്ലുന്നതും വേറെ വഴിയില്ലാതെ ഹീറോയും അവൻ്റെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോൾ ഈ ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതിന് താഴെയാണ് ഇവർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ റോഡിൽ നിന്ന് ഈ വെള്ളമെല്ലാം വീഴുന്നത് ഈ വഴിയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും റോഡിലേക്ക് ഇറങ്ങാൻ കഴിയും, ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാനും കഴിയും. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് എന്തായാലും രക്ഷപ്പെട്ടു പോവാം, കാരണം റോഡ് ഇവർ കണ്ടു. ആ സന്തോഷത്തിൽ എല്ലാവരും നല്ല ചാടി കളിക്കുന്നുണ്ട്. അതേസമയം ടണലിനുള്ളിൽ കാണിക്കുമ്പോൾ ആ അനങ്ങിപ്പോയ ഒരു ബോഗി ഉണ്ടല്ലോ, അതിപ്പോൾ ടണലിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒന്ന് ജാമായിട്ട് അങ്ങ് നിൽക്കും. ഇത് കാരണം ഇവിടെയുള്ള വെള്ളം ഒരിക്കലും അപ്പുറത്തെ സൈഡിലേക്ക് പോകത്തില്ല, പകരം ഇവിടെ തന്നെ കെട്ടി നിന്ന് അത് നിറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ടീം നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനുള്ളിലൂടെ അകത്തേക്ക് കയറാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും സ്വസ്ഥത തരത്തില്ല ഈ വെള്ളം എന്നുള്ള അവസ്ഥയായിപ്പോയി. ഇവിടെ ഇതൊന്നും അറിയാതെ ഇവരെല്ലാവരും
ഇനി ഫോണിൽ സിഗ്നൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ ചിലരുടെ ഫോൺ നനഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വർക്കാവത്തില്ല. പക്ഷെ നമ്മുടെ ഹീറോയുടെ ഫോണിൽ സിഗ്നൽ കിട്ടും. ഹീറോ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ സിഗ്നൽ കിട്ടാൻ വേണ്ടി കൈ പൊക്കിയെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. അപ്പോഴാണ് നോക്കുമ്പോൾ ഇവരുടെ മുകളിലായിട്ട് ഒരു ഗ്രില്ലുണ്ട്. അത് തുറന്നാലേ കുറച്ചുകൂടി മുകളിലേക്ക് ഇവർക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ അത് തകർത്തിട്ട് മുകളിലേക്ക് കയറി സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ആ ഗ്രില്ലിൽ അങ്ങനെ തൂങ്ങി കിടക്കും. എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടി താഴേക്ക് വീഴാൻ വേണ്ടി. അങ്ങനെ തൂങ്ങി കിടന്നിട്ടും ഒരു കാര്യമില്ല, അത് അനങ്ങുന്നത് പോലുമില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അതേ സമയമാണ് കാണിക്കുമ്പോൾ ആഹാ, ആ ടണലിനുള്ളിലുള്ള വെള്ളമെല്ലാം ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. വെളിയിലെ ഹീറോയിനാണെങ്കിലോ അവിടെയുള്ള പോലീസുകാരോട് അകത്തേക്ക് കയറാൻ വേണ്ടി എൻ്റെ മകളും ഭർത്താവും ഈ ടണലിനുള്ളിലുണ്ട്, അവരെനിക്ക് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും അവരാരും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഇവൾ കരയുന്ന ഈ കാര്യം ആ റിപ്പോർട്ടർ ഉണ്ടല്ലോ, അയാളും ക്യാമറമാനും കണ്ടിട്ട് വാ മേഡം ഞങ്ങളോടൊപ്പം വാന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ രണ്ടുപേരും ഹീറോയിനെ വിളിച്ചിട്ട് മേഡം ഞങ്ങളോടൊപ്പം വാന്ന് പറഞ്ഞ് ഏയ് മാറുന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അകത്തേക്ക് ഇങ്ങനെ പോവാണ്. അത് ഒരു ഓഫീസറിനെ കാണാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ടണലിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അവർ മാപ്പെല്ലാം എടുത്തു വെച്ചിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്യാണ്. ഇവിടെ ഇവർ മൂന്നുപേരും ഇപ്പോഴും അതിൽ കിടന്ന് ഇങ്ങനെ തൂങ്ങാണ് അത് പൊട്ടിക്കാൻ വേണ്ടി. അങ്ങനെ വലിച്ചു ഒരു വിധത്തിൽ അതിൻ്റെ ഒരു സൈഡ് പൊട്ടി എല്ലാവരും നേരെ താഴേക്ക് വീണിട്ട് ഓക്കെ എന്തായാലും ഗ്യാപ്പ് കിട്ടി. മുകളിലേക്ക് കയറി സിഗ്നൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഡെന്നീസ് ഉണ്ടല്ലോ, അവൻ ആ ഫോൺ വാങ്ങി കുറച്ച് മുകളിലേക്ക് കയറി ഫോൺ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കാണ്. പക്ഷെ സിഗ്നൽ കിട്ടുന്നില്ല. ഒരവസരത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നേരെ താഴേക്ക് വീഴുന്നതും വെള്ളത്തിൽ പോയി എന്ന് വിചാരിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ നേഴ്സ് ആ ഫോൺ അങ്ങ് പിടിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. അതുമല്ല സിഗ്നലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലേഡി പെട്ടെന്ന് ഫോൺ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഗലീന ഉണ്ടല്ലോ, അവൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടാൻ തുടങ്ങുന്നു. അവളാണെങ്കിൽ ആ ഒരു ഇൻഹേലർ നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് ഒരു കാര്യം, അവളുടെ കയ്യിൽ നിന്ന് പോയ കാര്യം ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഇൻഹേലർ ഇല്ലാതെ ഇനി അവൾക്ക് ഒന്നും കഴിയത്തില്ല, അവൾ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാണ്. അപ്പോൾ ഡെന്നീസ് ചോദിക്കുന്നുണ്ട് അല്ല അത് ഇവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ചിലപ്പോൾ അവിടെ വീടുകളെന്ന് പറയുന്നതും ഡെന്നീസ് പറയും ഓക്കെ ഇതൊക്കെ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡെന്നീസ് ഇപ്പോൾ ആ ഇൻഹേലർ എടുക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവർ കയറി വന്ന ആ ഭാഗം മുഴുവനായിട്ടും വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ വഴിയില്ല, അവളുടെ ജീവൻ രക്ഷിച്ചല്ലേ മതിയാവും. അങ്ങനെ ഡെന്നീസ് അവളുടെ കയ്യിലൊരു ടോർച്ച് ഉണ്ട്, അതും വാങ്ങി നേരെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം ഇതിൻ്റെ വെള്ളത്തിനടിയിലേക്ക് പോയി ആ ടോർച്ച് ഉപയോഗിച്ചിട്ട് അവിടെ എല്ലാ ഇൻഹേലറും നോക്കുകയാണ്. അങ്ങനെ നോക്കി അവസാനം അവനത് കണ്ടുപിടിച്ചു. ഇവിടെ ഗലീനയ്ക്കാണെങ്കിലോ ശ്വാസം കിട്ടുന്നില്ല, അവളും വെപ്രാളം കാണിക്കുകയാണ്. അങ്ങനെയാണ് താഴെ കാണിക്കുമ്പോൾ അവൻ ഈ ഒരു ഇൻഹേലറും കൊണ്ട് നേരെ മുകളിലേക്ക് വരുന്നതും ആ ടോർച്ച് അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് മിസ്സായി പോവും. അതുമല്ല അത് വാട്ടർ പ്രൂഫാണ്. പക്ഷേ ആ ടോർച്ചിലെ ലൈറ്റ് അങ്ങ് ഓഫ് ആവുന്നതും അവനിപ്പോൾ എവിടേക്ക് വരണമെന്ന് അറിയത്തില്ല. കാരണം നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ അവന് മുകളിലേക്ക് വരാനുള്ള ആ ഒരു വഴി അറിയത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും അവിടെ വന്നിട്ട് ഡെന്നീസ് വരാത്തത് കൊണ്ട് എന്നെ നോക്കി നിൽക്കാണ്. അപ്പോഴാണ് ആ നേഴ്സ് പറയുന്നത് ഒരുപക്ഷെ അവൻ മുകളിലേക്ക് വരാനുള്ള വഴി അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും നമുക്ക് അവന് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവെന്ന് പറയുമ്പോൾ ഗലീനയുടെ പേഴ്സിൽ സ്പ്രേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊടുത്തിട്ട് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഈ ലൈറ്റർ എടുത്ത് കത്തിച്ചിട്ട് സ്പ്രേ അടിക്കാൻ നോക്കുകയാണ്. പക്ഷെ അത് നല്ലതുപോലെ പ്രവർത്തിക്കുന്നില്ല. പാവൻ ഡെന്നീസ് വെള്ളത്തിനടിയിൽ അവന് ശ്വാസം മുട്ടുന്നുണ്ട്. കാരണം മുകളിലേക്ക് വരാനുള്ള വഴിയും അറിയത്തില്ല. വെള്ളത്തിൽ കിടന്നിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിന് ഈ സ്പ്രേ വർക്കായിട്ട് പെട്ടെന്ന് ഇവർ നിൽക്കുന്ന ഭാഗത്ത് തീ ഇങ്ങനെ കത്തുന്നതും താഴെയുള്ള ഡെന്നീസ് ആ പ്രകാശം കണ്ടിട്ട് അവൻ പെട്ടെന്ന് മുകളിലേക്ക് നീന്തി കയറി. അവൻ മരിച്ചു എന്നാണ് ഇവരെല്ലാം വിചാരിച്ചത്. പക്ഷേ അവൻ എങ്ങനെയോ മുകളിലേക്ക് കയറിയിട്ട് അവൻ്റെ കയ്യിൽ ആ ഒരു ഇൻഹേലറും ഉണ്ടായിരുന്നു. അതെടുത്ത് അടിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗലീനയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസം വന്നത്. ഇവിടെയാണ് ഒരു ഒന്നര കാര്യം നടക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഡെന്നീസ് ഇപ്പോൾ ഗലീനയോട് പറയും എൻ്റെ കോളേജ് പഠനം മുടങ്ങി, അതുകൊണ്ട് ഞാൻ ഒരു ജോലി അന്വേഷിക്കുകയാണ്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ മരണ അവസ്ഥയിലാണ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്. അവൾ പറയും എനിക്കിതുപോലെ ഈ പ്രശ്നമുണ്ട്, നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. രണ്ടുപേരും ചിരിക്കുകയാണ്. പ്രണയിക്കാൻ പറ്റിയ സമയം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ തന്നെ ഇരിക്കാനും വെള്ളം പതിയെ മുകളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ തൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ സിഗ്നൽ കിട്ടി. പെട്ടെന്ന് ഹീറോയിനെ വിളിക്കുന്നതും ആ എക്സ് ലവർ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഫോൺ വാങ്ങിയിട്ട് ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ച് ഇതുപോലെ ഞങ്ങളെല്ലാവരും ഇവിടെ ആ ഒരു ഡ്രെയിനേജിൻ്റെ അടിയിലായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും, പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ഇവിടെ മുകളിൽ ഹീറോയിൻ ഇതെല്ലാം കേട്ട് ഈ മെട്രോയിൽ പുതുതായിട്ട് ജോലിക്ക് വന്നൊരു പയ്യനുണ്ടല്ലോ, ന്യൂസ് ചാനലുകളുണ്ടല്ലോ, അവരോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഇതുപോലെ എൻ്റെ ഭർത്താവും കുട്ടിയും ബാക്കിയുള്ളവരും ഈ സ്ഥലത്തുണ്ട്, നമുക്ക് അവിടേക്ക് പോയി അവരെ രക്ഷിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവർ പറയും അങ്ങനെയാണോ, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഇവരെല്ലാവരും അവിടേക്ക് വരുന്നു. അതേസമയം ഇതിനടിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അവിടെയാണെങ്കിൽ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും പതിയെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നു. അതുമല്ല ആ ഡ്രെയിനേജിൻ്റെ അടുത്തെത്തി. മുകളിൽ റോഡാണ്, അതുകൊണ്ട് തന്നെ ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്നും പറഞ്ഞ് ഈ വെള്ളം കോരി മുകളിലേക്ക് അടിക്കും. അപ്പോൾ അത് തെറിച്ച് വീഴുന്നത് കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും വരുമെന്ന് വിചാരിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് അതിന് മുകളിൽ ഒരു കാർ വന്ന് നിൽക്കുന്നു. മിസ്സായിപ്പോയി.
അപ്പോൾ കയ്യിലുള്ള ഒരു പേപ്പർ കഷ്ണം എടുത്ത് മുകളിലേക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അതിന് മുകളിലൂടെ ഒരു കാറ് കയറി ഇറങ്ങി പോവും. അതുകൊണ്ട് വേറെ ആരും അത് കാണത്തില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ വെള്ളം കൂടി 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 ഇവരുടെ തലയെല്ലാം മുകളിലേക്ക് എത്തി ഇവർക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോഴാണ് ഭാഗ്യത്തിനൊരു കാര്യം സംഭവിക്കുന്നത്. ആ ടണലിനുള്ളിലെ അടഞ്ഞിരുന്നല്ലോ ഒരു കമ്പാർട്ട്മെന്റ്, അത് ഈ വെള്ളത്തിന്റെ പ്രഷർ കാരണം പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അവിടെയുള്ള വെള്ളമെല്ലാം മറ്റൊരിടത്തേക്ക് ഒഴുകിപ്പോവും. അതേസമയം ഈ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന ഹീറോയിൻ ടീമും അവരുടെ അടുത്തുള്ള ആ ഒരു വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിപ്പോവാണ്. ആ ഫോഴ്സിൽ എല്ലാവരും താഴേക്ക് വന്ന് പല വഴിക്കായിട്ട് അങ്ങ് പോവും. കാരണം ഇവർക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ എല്ലാവരും താഴെ വീണിട്ട് അവസാനം വെള്ളം കുറയുന്നതും ഇപ്പോൾ ഗരീനയെ കാണാനില്ല. ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവളെ അന്വേഷിച്ച് പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഗരീനയെ കണ്ടുപിടിക്കുന്നത് ആ ബോയ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓടി വന്ന് ഗരീനയെ പിടിച്ച് ഇവരെല്ലാവരും ഇപ്പോൾ ആ ടണലിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും ആ ടണൽ വഴി ഇപ്പോൾ നടക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ഇവരെല്ലാവരും അവിടെ നിന്ന് വരുന്നതും നമ്മുടെ ഹീറോയിനും ആ പോലീസുകാരും എല്ലാവരും അവിടേക്ക് വന്ന് ആ ഡ്രെയിനേജിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ അത് ഇളക്കി മാറ്റി ഇവരുടെ കൂടെയുള്ള ഒരുത്തൻ പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രെയിനേജിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവനിറങ്ങി താഴെ വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇപ്പോൾ ഇവരിവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരെയും രക്ഷിച്ചേനെ. പക്ഷേ ഒരു കാര്യമില്ല. അങ്ങനെ അവൻ തിരിച്ച് മുകളിലേക്ക് വരുമ്പോൾ ഇത് കാരണം നമ്മുടെ ഹീറോയിന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിപ്പോയി. കാരണം തൻ്റെ ഭർത്താവിനെയും കുട്ടീനെയും ആ ബോയ് ഫ്രണ്ടിനെയും പോലും രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ. അവൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ അവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു കാണോ എന്നും വരെ അവൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഡിപ്രഷൻ എല്ലാം അവളിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവിടെ ഇവരെല്ലാവരും ആ ടണൽ വഴി കുറേ ദൂരം നടന്ന് അവസാനം വെള്ളമൊന്നുമില്ലാത്ത സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കയറിയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബോയ് ഫ്രണ്ട് ഹീറോയോട് പറയുന്നത്, നീ എന്ത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നറിയോ? സ്വന്തം ഭാര്യയെ സ്നേഹിക്കത്തില്ല, അവളുടെ ആവശ്യങ്ങൾ നിറവേറത്തില്ല, അവളോടൊപ്പം കുറച്ച് നേരം ഒന്ന് സംസാരിക്കത്ത് പോലുമില്ല, എപ്പോഴും ജോലി തിരക്ക്, കുടുംബത്തെ നോക്കാൻ പോലും നിനക്ക് സമയമില്ല, അങ്ങനെയുള്ള നീയൊക്കെ എന്തിനാ കല്യാണം കഴിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയ്ക്ക് സഹിക്കാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ ആ ബോയ് ഫ്രണ്ടിനെ പിടിച്ചിട്ട് നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിൽ ബോയ് ഫ്രണ്ടിന്റെ ഭാഗത്താണ് ന്യായം. അങ്ങനെ ഇവർ രണ്ടുപേരും അടി കൂടുമ്പോഴത്തേക്കും ഡെന്നീസ് വന്നിട്ട് ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുന്നു, ജീവന് വേണ്ടി നമ്മളെല്ലാവരും പോരാടുന്നു, അതിനിടയിൽ നിങ്ങൾ വഴക്കുണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ ഡെന്നീസിനെ ഇടിച്ച് താഴെ കിടുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അവസാനം വീണ്ടും ആ ട്രാക്കിലേക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട്. അവിടെ ആണെങ്കിൽ വെള്ളം കിടക്കാണ്. അങ്ങനെ ഹീറോ അവനെ ഇടിക്കുന്നു, ബോയ് ഫ്രണ്ട് തിരിച്ചിടിക്കുന്നു. അവസാനം ഹീറോ ഈ ബോയ് ഫ്രണ്ടിനെ ഇടിച്ച് വെള്ളത്തിനടിയിലേക്ക് മുക്കി അവനെ കൊല്ലാൻ ശ്രമിക്കും. അപ്പോഴാണ് ആ നേഴ്സ് നിങ്ങളൊന്ന് നിർത്തോ എന്ന് പറഞ്ഞ് അലറി ഇങ്ങനെ വിളിക്കുന്നതും ഇവിടെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോയിന് ആ ഡ്രെയിനേജിന്റെ ഹോള് വഴി ഈ ലേഡി വിളിച്ച ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെല്ലാവരും രക്ഷിക്കാനായിട്ട് ഒരു 3 പേര് അകത്തേക്ക് വന്നിരുന്നല്ലോ, അവരും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ആളുണ്ടെന്നും പറഞ്ഞിട്ട് അവർ 3 പേരും അവിടേക്ക് പോകും. ഇവിടെ ഹീറോ ആണെങ്കിലോ ആ ലേഡി അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ബോയ് ഫ്രണ്ടിനെ ഒന്നും ചെയ്യാതെ അവനെ മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുമ്പോൾ ആ 3 പേര് ഇവർ നിൽക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗത്ത് അവിടെ നെറ്റെല്ലാം വെച്ചേക്കാണ്. അവിടെ വന്നിട്ട് ഹേയ് നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഇവർ വിളിച്ച് പറയുമ്പോഴത്തേക്കാണ് ഇവർക്ക് എല്ലാവർക്കും സമാധാനാവുന്നത്. കാരണം ഇവരെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ വന്നല്ലോ. അങ്ങനെ ആ 3 പേര് എങ്ങനെയെങ്കിലും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു പ്രശ്നം. ഈ ടണല് ഒരു പുഴയുടെ താഴെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുപോലെ ഈ ടണൽ അത്രയും പഴക്കമുള്ളതായതുകൊണ്ട് തന്നെ ആ ചെറിയ ഗ്യാപ്പിലൂടെ ഇപ്പോൾ ഒരുപാട് വെള്ളം ഉള്ളിലേക്ക് ഇടിച്ചിറങ്ങി അതെല്ലാം കൂടി നല്ല വേഗതയിൽ ഇതിനകത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരിയ്ക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ മൊത്തത്തിൽ വെള്ളം നിറഞ്ഞ് എല്ലാവരും ആ വെള്ളത്തിനകത്തിട്ട് അങ്ങനെ ചുറ്റി മറിയാണ്. കാരണം ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, അത്രയും ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. ഇപ്പോൾ ഈ പുഴയുടെ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് വെള്ളം ഈ ചുഴലിയാവുന്നത് പോലെ വെള്ളം അടിയിലേക്ക് അങ്ങനെ സ്പീഡിന് പോകുന്നു. അതുകൊണ്ടാണ് അത്രയും ഫോഴ്സിൽ വെള്ളം ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ടീമും അവസാനം ആ നെറ്റ് വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് വന്ന് പിടിച്ചിങ്ങനെ കിടക്കാണ്. ഇവർക്കിപ്പോൾ എങ്ങോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. അതേ സമയമാണ് മുകളിലെ ആ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ അവരെല്ലാവരും ഈ മാപ്പെല്ലാം എടുത്തു വെച്ചിട്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ടണലിന്റെ ഒരു ഭാഗത്ത് വലിയൊരു ഡോറുണ്ട്, അത് ടണൽ 2ആയിട്ട് മൂടുന്നൊരു ഭാഗമാണ്. ഇപ്പൊ ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ വെള്ളം അവിടെ നിൽക്കും, ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരത്തില്ല. ഈ കാര്യം ഇവർ മനസ്സിലാക്കിയിട്ട് ഇവർ ആ വലിയ ഡോറ് അങ്ങനെ അടയ്ക്കുകയാണ്. കാരണം അത് മാനുവലായിട്ടൊന്നും അടയ്ക്കാൻ കഴിയത്തില്ല, അല്ലാതെയാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ ആ ഡോർ അടയ്ക്കുമ്പോഴത്തേക്കാണ് ഇവിടേക്ക് വരുന്ന ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്കുണ്ടല്ലോ അത് നിൽക്കുന്നത്. ഇപ്പോൾ ഇവര് അത് അടച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ആ പുഴയിലെ വെള്ളമെല്ലാം സിറ്റിയിലേക്ക് വന്ന് സിറ്റി മുഴുവനായിട്ട് മുങ്ങിയാനെ. എന്നിട്ട് ഒഫീഷ്യൽസ് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഈ ടണലിനുള്ളിൽ വെള്ളം വന്നിരുന്നു, അന്ന് ഞങ്ങൾ ഈ വെള്ളം നിർത്താൻ വേണ്ടി ലിക്വിഡ് നൈട്രജൻ എന്ന് പറഞ്ഞൊരു ആസിഡ് ഈ വെള്ളത്തിലേക്ക് കലക്കിയിരുന്നു. അപ്പോൾ വെള്ളത്തിന്റെ അളവും ഒരുപാട് കുറഞ്ഞു. അതുപോലെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ടണലിന്റെ ഒരു ഭാഗം അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളം അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് പോകത്തില്ല എന്നുള്ള കാര്യം TV-യിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് എല്ലാവരും സമാധാനപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ അവൾ നല്ല രീതിയിൽ വിഷമിച്ച്
ആ ഡ്രെയിനേജിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല. അങ്ങനെ ഇത് കണ്ടിട്ട് ആ പുതുതായിട്ട് ജോലിക്ക് വന്ന പയ്യൻ ഹീറോയിനെ നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരും വിചാരിക്കുമ്പോൾ അവിടെയാണ് അടുത്ത ഡ്രെയിനേജിന്റെ അടുത്ത് ഒരു ചുറ്റിയൽ പോലെ ഒരു കാര്യം വന്ന് അതിലിട്ട് ഇങ്ങനെ അടിക്കുന്നു. അവനോട് ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരെ രക്ഷിക്കാണ്ട് പോയല്ലോ, അവരാണത് ചെയ്തത്. അതുകൂടി ആവുന്നതും എല്ലാവരെയും അവിടേക്ക് വിളിച്ചിട്ട് ഇപ്പം ആ ഡ്രെയിനേജിന്റെ ഭാഗം തുറന്ന് താഴെയുള്ള നമ്മുടെ ഹീറോ, ബോയ് ഫ്രണ്ട്, ആ നായ്ക്കുട്ടി ഉൾപ്പെടെ എല്ലാവരെയും രക്ഷിക്കും. ഈ കൂട്ടത്തിൽ ആരും മരിക്കത്തില്ല. അങ്ങനെ എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഹീറോയിന് സമാധാനമാവുന്നത്. കാരണം അവളുടെ മകൾ രക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാവരും മുകളിലേക്ക് വന്നതിന് ശേഷം ഹീറോയിൻ ഇപ്പോൾ ആദ്യം അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അയാളാണ് നോക്കുന്നത്. അവനെ നോക്കി നിന്നിട്ട് അവനോടൊപ്പം പോകുന്നു നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് ഹീറോയെ നോക്കുന്നു. അപ്പോൾ ആ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് നടന്ന് ബോയ് ഫ്രണ്ടിന് പോകാനുള്ള കാർ വന്നിട്ടുണ്ട്. കാറിനടുത്തേക്ക് നടന്നു പോവാണ്. തിരിഞ്ഞു നോക്കി അപ്പോൾ എന്തായാലും അവൾ വരത്തില്ല എന്ന് മനസ്സിലായതും അവൻ കാറിലേക്ക് കയറി വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹീറോയിനെ മൈൻഡ് ചെയ്യാതെ ഗരീനെ പിടിച്ചതിനെ നടക്കും. അപ്പോൾ ഹീറോയിൻ അവൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കൈ പിടിക്കുമ്പോൾ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് നടന്ന് ഒരു ആംബുലൻസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഗരീനെ പിടിച്ച് നേരെ ആംബുലൻസിനകത്തേക്ക് കയറി നിൽക്കുന്നു. അവൾ എന്തായാലും ഹീറോ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്കും വേറെ വഴിയില്ല. അവനും ആംബുലൻസിനകത്തേക്ക് കയറുന്നതും ഇപ്പോൾ ആംബുലൻസ് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ആ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനും അവൻ്റെ കാറിലിരുന്നിട്ട് പോകാനായിട്ട് ഇങ്ങനെ റെഡി ആവുകയാണ്. രണ്ട് വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗരീന വണ്ടി ഒന്ന് നിർത്തണമെന്ന് ഇങ്ങനെ പറയും. എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡോർ തുറക്കുമ്പോൾ ആ ബോയ് ഫ്രണ്ട് ഡ്രൈവറിനോട് പറയും വണ്ടി ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ അവനോടൊപ്പം പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ഗരീനെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ നായ്ക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ താഴേക്ക് വന്നത്. അങ്ങനെ അതിനെ എടുത്ത് ആംബുലൻസിൽ കയറി പോകുന്നതും ബോയ് ഫ്രണ്ടിനെ നിന്നിട്ട് കാര്യമില്ല, രണ്ട് വണ്ടിയും രണ്ട് വശത്തേക്ക് ഇങ്ങനെ പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? മൂവി ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്തുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.